അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആയിട്ടാണ് നിങ്ങളിപ്പോ കാണുന്ന ഈ പ്ലാനിംഗ് ഇല്ലേ, ഇത് എൻഗേജ്മെന്റ് ഫിക്സ് ആയപ്പോൾ മുതലുള്ള പ്ലാനിംഗ് ആണ്. വെറുതെ ഒന്നും നടക്കാൻ പോകില്ല. രാവിലെ ആയപ്പോ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മിനിക്ക് പടികളൊക്കെ തുടങ്ങിയിട്ടോ. കാരണം മോളുടെ കല്യാണത്തിന് നമ്മൾ വേണമല്ലോ അങ്ങനെ തിളങ്ങി നിൽക്കാൻ. കാരണം ഇത് നമ്മുടെ ദിവസമാണ്. കല്യാണ പെണ്ണ് അവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ പരിപാടി അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഇത് ഹവിയുടെ എൻഗേജ്മെന്റ് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഒരു റിയൂണിയൻ കൂടിയാണ്. കോളേജ് കഴിഞ്ഞ് എല്ലാവരും പല ഡയറക്ഷനിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ചില ഫംഗ്ഷനിലായിട്ടോ നമ്മൾ റിയൂണിയൻ പോലെ എല്ലാവരും ഒത്തുകൂടണേ. എന്റെ ഭാഗ്യത്തിന് പെണ്ണിറങ്ങുമ്പോഴേക്കും നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഞാൻ കല്യാണമേ കഴിക്കില്ല എന്ന് പറഞ്ഞ ആളാ ഇപ്പൊ എൻഗേജ്മെന്റിൽ വിളക്ക് കൊളുത്തുന്നത്. ഈ ലൈഫ് എന്ത് പെട്ടെന്നാലെയും മുന്നോട്ട് പോണത്. ഇടയ്ക്ക് ഞാൻ ആലോചിക്കും, കല്യാണമൊക്കെ കഴിക്കാനുള്ള മെച്യൂരിറ്റി നമുക്കായോ? എനിക്കിപ്പോഴും ഞങ്ങൾ എല്ലാവരും ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. പണ്ട് ആരോ പറഞ്ഞ പോലെ സമയം ആർക്ക് വേണ്ടി കാത്തിരിക്കില്ലല്ലോ. അങ്ങനെ അടിപൊളി ഡാൻസും ഫുഡൊക്കെ കഴിച്ചപ്പോ തന്നെ നമുക്കും പോകാനുള്ള സമയമായി. ഇപ്പൊ ദൈവം ഒരു വരം ചോദിച്ചാൽ ഞാൻ പറയും കുറച്ച് സമയം കൂടി നീട്ടിത്തരാൻ. കാരണം ഇവരൊക്കെ ആയിട്ട് കുറച്ച് നേരം കൂടി ഇരിക്കാലോ. കാരണം പറഞ്ഞു തീരാത്തതായിട്ട് ഇഷ്ടം പോലെ കഥകൾ ഇനിയുണ്ട് ഞങ്ങൾക്ക് പറയാൻ. പക്ഷെ അതിനൊന്നും സമയമില്ല. ഇനി എന്നാ കാണണേന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇവിടെ പോണെങ്കിൽ സെന്റ് അടിക്കുമ്പോ കാവ്യ കിട്ടിയ ചാൻസിൽ ചേട്ടനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തട്ടോ. മുമ്പ് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ ആളാ. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.